ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവർപൂളിൻ്റെ 5 മാച്ച് ടൈറ്റ് ഷെഡ്യൂളിനെ പറ്റിയാണ്. അതായത് ഫെബ്രുവരി 12 തൊട്ട് ഫെബ്രുവരി 26 വരേക്കും ലിവർപൂളിന് കളിക്കേണ്ട കളികളുടെ എണ്ണം 5 ആണ്. ഇതിനെപ്പറ്റി നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു ദ വീഡിയോ. ലിവർപൂൾ 6 പോയിന്റ് ക്ലിയർ, ഒരു ഗെയിം ഇൻ ഹാൻഡ്. ഇങ്ങനെയാണ് ഇപ്പോൾ ലിവർപൂളിൻ്റെ പൊസിഷൻ. ആ ലിവർപൂളിന് ഫെബ്രുവരി 12 തൊട്ട് ഫെബ്രുവരി 26 വരേക്കും 5 പ്രീമിയർ ലീഗ് മാച്ചസ് ആണ് കളിക്കേണ്ടി വരുന്നത്. അതിൽ 3 എവേയും. സാധാരണ 2-3 ഫിക്സ്ചേഴ്സ് വരേണ്ട സമയത്ത്, അതായത് ഈ 14 ദിവസത്തിനിടെ മാക്സിമം 3 മാച്ചസ് വരേണ്ട സ്ഥലത്ത് എങ്ങനെയാണ് ഈ 5 മാച്ചസ് വന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. മാച്ച് വീക്ക് 15, അതായത് ഡിസംബർ 15-ന് എവർട്ടൺ വേഴ്സസ് ലിവർപൂൾ മാച്ച് മോശം കാലാവസ്ഥ മൂലം മാറ്റിവെക്കപ്പെടുകയായിരുന്നു. ആ മാച്ചാണ് ഫെബ്രുവരി 12-ലേക്ക് പോസ്റ്റ്പോണ്ട് ആയത്. അങ്ങനെ 3 മാച്ചസ് ഷെഡ്യൂളായ സമയത്ത് 4 മാച്ച് ഷെഡ്യൂൾ ആവുകയാണ്. ഇനി 5ാമത്തെ മാച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലിവർപൂൾ ടോട്ടൻഹാമിനെ കാരബോ കപ്പിൽ സെമി ഫൈനലിൽ തോപ്പിച്ച് ഫൈനലിലേക്ക് കടന്നു. അങ്ങനെ ലിവർപൂൾ വേഴ്സസ് ന്യൂകാസൽ കാരബോ ഫൈനൽ മാർച്ച് 16-ലേക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെടുകയായിരുന്നു. മാർച്ച് 15-നാണ് ആസ്റ്റൺ വില്ല വേഴ്സസ് ലിവർപൂൾ മാച്ച് ഷെഡ്യൂൾ ചെയ്യും. ആ മാച്ചാണ് ഫെബ്രുവരി 19-ലേക്ക് പ്രീപോണ്ട് ചെയ്യപ്പെടുന്നത്. അതായത് മാച്ച് വീക്ക് 29-ൽ നടക്കേണ്ട കളിയാണ് ഫെബ്രുവരി 19-ലേക്ക് കൊണ്ടുവരുന്നത്, കാരബോ കപ്പിന്റെ ഫൈനലുമായിട്ട് ക്ലാഷ് ആവാതിരിക്കാൻ. അങ്ങനെ 3 മാച്ച് ഷെഡ്യൂൾ ചെയ്യേണ്ടിടത്ത് ഒരു മാച്ച് മോശം കാലാവസ്ഥ മൂലം പോസ്റ്റ്പോണ്ട് ചെയ്യപ്പെടുകയും ഒരു മാച്ച് കാരബോ കപ്പിന്റെ ഫൈനൽ കാരണം പ്രീപോണ്ട് ചെയ്യപ്പെടുകയും ആയിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ 5 മാച്ച് സിറ്റുവേഷനിലേക്ക് വന്നത്. ഇനി നമുക്ക് ലിവർപൂളിന്റെ 5 ഗെയിംസ് ഓരോന്നായിട്ട് പെട്ടെന്ന് നോക്കാം. ആദ്യത്തെ ഗെയിം തന്നെ, അതായത് ഫെബ്രുവരി 12, മേഴ്സിസൈഡ് ഡാർബി വേഴ്സസ് എവർട്ടൺ, അതും ഗുഡിസൺ പാർക്കിൽ. ഇറ്റ് വിൽ ബി എ വെരി ടഫ് ഗെയിം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവർട്ടൺ ഇതൊരു സെന്റിമെന്റൽ ഗെയിം കൂടാണ്. മേഴ്സിസൈഡ് ഡാർബിയാണ്, പക്ഷെ അതിൻ്റെ പുറത്ത് ഗുഡിസൺ പാർക്കിലെ ലാസ്റ്റ് ഗെയിമാണ്. കാരണം എവർട്ടൺ നെക്സ്റ്റ് സീസൺ അവരുടെ പുതിയ സ്റ്റേഡിയമായ ബ്രാംലി മൂർഡോക്ക് സ്റ്റേഡിയത്തിലേക്ക് മാറുകയാണ്. എവർട്ടൺ ഈ മാച്ച് ജയിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. കാരണം ഇത് അവസാനത്തെ ഗുഡിസൺ പാർക്കിലെ മേഴ്സിസൈഡ് ഡാർബിയാണ്. അതൊരു വിന്നോടെ തന്നെ അവസാനിപ്പിക്കാനായിരിക്കും എന്തായാലും ഡേവിഡ് മോയ്സിന്റെ ടീം ശ്രമിക്കുക. അതുകൊണ്ട് ഈ മാച്ചാണ് ഈ 5 മാച്ചിലും ഞാൻ ഏറ്റവും ടഫായിട്ട് കാണുന്നത്. 2ാമത്തെ ഗെയിം ലിവർപൂൾ വേഴ്സസ് വൂൾസ്. അത് ഈസി ഗെയിമാണ്. 100% ആൻഫീൽഡിൽ വെച്ച് ലിവർപൂൾ വൂൾസിനെ തോപ്പിച്ചിരിക്കും. ആസ്റ്റൺ വില്ല വേഴ്സസ് ലിവർപൂൾ, ഇതൊരു ട്രിക്കി ഗെയിം ആയിരിക്കും. ഇവിടെ എന്തായാലും ലിവർപൂളിന് തന്നെയാണ് മുൻതൂക്കം. ഊനായ് എമറിയുടെ ആസ്റ്റൺ വില്ല 4th പൊസിഷന് വേണ്ടി നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ദേ വിൽ ഗിവ് എ ടഫ് ടൈം ടു ലിവർപൂൾ. എന്നാലും ഇവിടെയും ലിവർപൂൾ ജയിക്കാൻ തന്നെയാണ് സാധ്യത. ഇത് കഴിഞ്ഞിട്ടാണ് മാൻ സിറ്റി വേഴ്സസ് ലിവർപൂൾ. ഇവിടെയും ഞാൻ ലിവർപൂളിന് തന്നെയാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ലിവർപൂൾ വേഴ്സസ് ന്യൂകാസൽ. കാര്യം ശരിയാണ്, ന്യൂകാസൽ ഡേഞ്ചറസ് ടീമാണ്, ഈസാക്ക്, ഗോർഡൺ. പക്ഷേ അവിടെയും ഞാൻ ലിവർപൂൾ വിന്ന് തന്നെയാണ് കാണുന്നത്. ഈ 5 മാച്ചസ് 14 ദിവസത്തിൽ ടൈറ്റായിട്ട് വന്നെങ്കിൽ പോലും ആർനെ സ്ലോട്ട് ഓൾറെഡി പ്ലാൻ ചെയ്തു FA കപ്പിൽ ഞാൻ B ടീമിനെ ഇറക്കൂ, ഓക്കെ, എൻ്റെ മാക്സിമം പ്ലെയേഴ്സിനെ ഞാൻ റെസ്റ്റ് ചെയ്യും. ഈ ഒരു ടാക്ടിക്സ് എന്തായാലും ഈ 5 മാച്ചസിൽ അവർക്ക് മാനേജ് ചെയ്യാൻ സഹായിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ലിവർപൂൾ ഫാൻസ് അധികം വറി ആവേണ്ട ഒരു കാര്യവുമില്ല. അഥവാ ലിവർപൂൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്താൽ പോലും ദർ ആർ നോ വൺ ബെറ്റർ ദാൻ ലിവർപൂൾ കറന്റ്ലി ഇൻ പ്രീമിയർ ലീഗ് ടു ക്യാപിറ്റലൈസ് ദാറ്റ് സിറ്റുവേഷൻ. അതാണ് റിയാലിറ്റി. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇതുപോലത്തെ ഒരുപാട് കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. താങ്ക് യു സോ മച്ച്.